നമസ്കാരം. ഏതൊരു വ്യക്തിയുടെയും സ്വൈര്യ ജീവിതത്തിന് അനിവാര്യമായ കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ് ധനം. ധനസമൃദ്ധിയുണ്ട് എങ്കിൽ ജീവിതത്തിൽ ഒരു 80% പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിച്ചു എന്ന് വരാം. 30 വെള്ളി ദിനം ലക്ഷ്മി ദേവിയെയും ഗണപതി ഭഗവാനെയും പ്രീതിപ്പെടുത്തിയാൽ ജീവിതത്തിൽ ധനപരമായും സാമ്പത്തികപരമായും ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും. ഓരോ മലയാള മാസത്തിലും ആദ്യം വരുന്ന ആഴ്ചകളെയാണ് 30 ഞായർ, 30 തിങ്കൾ, ചൊവ്വ, ബുധൻ അഥവാ 30 ചൊവ്വ, 30 ബുധൻ, 30 വ്യാഴം, 30 വെള്ളി, 30 ശനി എന്ന് വിളിക്കുന്നത്. ഈ ആണ്ട് പിറപ്പിന് ശേഷം വരുന്ന ആദ്യ 30 വെള്ളിയാണ് നാളെ. വീട്ടിൽ പ്രവേശിച്ച ലക്ഷ്മി ദേവി വീടുകളിൽ നിത്യവും നിലകൊള്ളുവാൻ നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ഒരു നിമിഷം വന്ദിക്കുക. ഏവരും ഒരു നിമിഷം വന്ദിച്ചുകൊണ്ട് ഓം മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. നാളത്തെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളിൽ ഒന്നാണ് വ്രതം. 30 വെള്ളി വ്രതം എങ്ങനെ എപ്രകാരം ആചരിക്കണം അതേക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. അതിരാവിലെ തന്നെ കുളിച്ച് പൂജാമുറിയിൽ ലക്ഷ്മി രൂപത്തിനു മുൻപിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം. ഇനി അഥവാ ലക്ഷ്മി ദേവിയുടെ ചിത്രമില്ല എങ്കിൽ വിളക്ക് തെളിയിച്ച് ലക്ഷ്മി ദേവിയെ മനസ്സിൽ നിങ്ങൾ സ്മരിക്കണം. രാവിലെയും വൈകിട്ടും ശരീരം, മനസ്സ് എന്നിവ ശുദ്ധമാക്കി ഇനി പറയുന്ന മന്ത്രങ്ങളും മഹാലക്ഷ്മി അഷ്ടകവും നിങ്ങൾക്ക് ചൊല്ലാം. ഒരു നേരം അരിയാഹാരം കഴിക്കുക. എന്നാൽ മറ്റു 2 നേരങ്ങളിൽ അരി ഒഴികെയുള്ള ധാന്യ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതുമാണ്. ഇന്നേ ദിവസം അഗതികൾക്ക് ധാന്യം, ഭക്ഷണം എന്നിവ നൽകുന്നത് ഏറ്റവും ശുഭകരവുമാണ്. ഇന്നേ ദിവസം അഗതികൾക്ക് ധാന്യം, ആഹാരം എന്നിവ ദാനം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത്. തുളസിയിലയിട്ട വെള്ളം ഇന്നേ ദിവസം പാനം ചെയ്യുന്നതും പക്ഷി മൃഗാദികൾക്ക് അന്നം നൽകുന്നതും ഈശ്വര സേവ നടത്തുകയാണ് എങ്കിൽ ഇന്നേ ദിവസം അത് ഏറ്റവും ശുഭകരം അല്ലെങ്കിൽ ഇരട്ടി ഫലദായകമാണ് എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും ആ കാര്യങ്ങൾ ചെയ്യണം. തുടർച്ചയായി 12 30 വെള്ളി വ്രതങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ ആജീവനാന്ത സാമ്പത്തിക ഉയർച്ചയ്ക്ക് അത് ഉത്തമമാണ്. ധനപരമായ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും. ഇന്നേ ദിവസം ഒരു നേരമെങ്കിലും ഒരു തവണയെങ്കിലും ജപിക്കേണ്ടതായ മന്ത്രമുണ്ട്. അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കാം. ലളിത സഹസ്രനാമം, മഹാലക്ഷ്മി അഷ്ടകം എന്നിവ ജപിക്കുന്നതും ഗണേശ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുന്നതും ഈ ദിവസം ഏറ്റവും ഉത്തമമാണ്. ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, ശൗര്യലക്ഷ്മി, വിദ്യാലക്ഷ്മി, കീർത്തിലക്ഷ്മി, വിജയലക്ഷ്മി, രാജലക്ഷ്മി എന്നീ 8 ലക്ഷ്മിമാർക്കും തുല്യ പ്രാധാന്യത്തോടെ മഹാലക്ഷ്മി അഷ്ടകജപം നടത്തുന്നത് സാമ്പത്തികപരമായ എല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കരകയറുവാൻ ഉത്തമമാണ്. നിങ്ങളെ കരകയറ്റുക തന്നെ ചെയ്യും. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള വീടുകളിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം കുടുംബത്തിൽ സംഭവിക്കുന്നത് വഴക്കാണ്, അനൈക്യമാകാം, കോപം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തും. ജീവിതത്തിൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ മറ്റു പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കുകയും ചെയ്യും. ഇന്നേ ദിവസം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾ തീർച്ചയായും ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അത്രമേൽ ശുഭകരമാണ്. അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇന്നേ ദിവസം പായസം, ഭഗവതി സേവ എന്നിവ നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഭഗവതി സേവ നടത്തുന്നതിനോടൊപ്പം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന് ഗണപതി ഹോമം കൂടി നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്നേ ദിവസം ഉത്തമമാണ്.
ഇതിലൂടെ വർഷം മുഴുവൻ ഭാഗ്യം, ഉയർച്ച, നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾ ദുരിതത്തിലാകാം, കഷ്ടപ്പാടുകളാൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാകാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. ഇന്നേ ദിവസം വൈകുന്നേരം ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏവർക്കും ഭഗവതി സേവ നടത്തുവാൻ സാധിക്കണം എന്നില്ല. സാധിക്കാത്തവരാണ് എങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ഒരു താത്തോൽ ശർക്കര, നാളികേരം, അരി, കുങ്കുമം, മഞ്ഞൾ, ഒരു നാണയം നിങ്ങൾ എടുക്കുക. ഇവ ദേവിക്ക് നാളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം മഹാലക്ഷ്മി അഷ്ടകം കൂടി ജപിക്കുക. തളികയിലാണ് ഇവയെല്ലാം കൂടി ദേവിക്ക് സമർപ്പിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നിങ്ങൾ ദുരിതത്തിലാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് നീല അല്ലെങ്കിൽ വെള്ള ശംഖുപുഷ്പം അത് ഒറ്റ സംഖ്യയിൽ ദേവിക്ക് ഇന്നേ ദിവസം സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ദേവിക്ക് ഇന്നേ ദിവസം ഫലവർഗ്ഗങ്ങൾ, മധുരപലഹാരം, പായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. കൂടാതെ സ്ത്രീകൾ നാളെ തുളസി കതിർ ചൂടുന്നതും ഏറ്റവും ഉത്തമമായ ഫലം നൽകും. നാളെ കുളിക്കുന്നതായ ജലത്തിൽ ഒരു നുള്ള് മഞ്ഞളിട്ട് കുളിക്കുകയാണ് എങ്കിൽ അതും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് അത് സഹായകരമായി തീരും. നാളെ തീർച്ചയായും അതിരാവിലെ തന്നെ നിങ്ങൾ ഉണരണം. സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണരുക. അതിരാവിലെ ഉണർന്ന് വിളക്ക് തെളിയിക്കുക. കുളിച്ച് ശുദ്ധിയോടെ 5 തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കണം. നെയ്വിളക്കാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്, ഇരട്ടി ഫലദായകമാണ്. സാധിക്കാത്തവരാണ് എങ്കിൽ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അപ്രകാരം തെളിയിക്കുക. എന്നാൽ ഭദ്രദീപം തന്നെ തെളിയിക്കുവാൻ പ്രത്യേകം ഓർക്കണം. മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ കൂടി ഈ സമയം ദേവിക്ക് സമർപ്പിക്കുക. ശേഷം അടുക്കളയിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ചെയ്യാം. ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ് ഏറ്റവും ശുഭം. ഈ കാര്യത്തിനും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം. ദേവീക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക. ഒരിക്കലും തിരക്കിട്ട് ദർശനം നടത്തുവാൻ പാടുള്ളതല്ല. ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അല്പസമയം ക്ഷേത്രത്തിൽ ഇരുന്ന് മന്ത്രങ്ങൾ, ദേവിയുടെ അറിയാവുന്ന നാമങ്ങൾ ഈ സമയം ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഐശ്വര്യം ഇരട്ടിക്കുക തന്നെ ചെയ്യും. ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കും. മറ്റൊരു കാര്യം കൂടി തീർച്ചയായും ചെയ്യുക. ഇന്നേ ദിവസം കിടക്കുന്നതിന് മുൻപ് തന്നെ അടുക്കള പൂർണ്ണമായും വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. എച്ചിൽ പാത്രങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കുക. ഈ കാര്യത്തിന് തീർച്ചയായും നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. ശേഷം ഇന്നേ ദിവസം അടുക്കളയിൽ നിറകുടജലം വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അടുത്ത ദിവസം രാവിലെ അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ ഈ നിറകുടജലം കണി കണ്ടുകൊണ്ട് അടുക്കളയിൽ പ്രവേശിക്കുന്നത് ദേവിയുടെ അനുഗ്രഹം ഇരട്ടിപ്പിക്കുന്നതായ കാര്യമാണ്. അതിനാൽ തീർച്ചയായും ഈ കാര്യത്തിനും നാളെ ഏവരും പ്രാധാന്യം നൽകുക. നാളെ സന്ധ്യാസമയത്തും 5 തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കുവാനും മുൻപ് പരാമർശിച്ചതുപോലെ പുഷ്പങ്ങൾ സമർപ്പിച്ച് മറ്റു വസ്തുക്കൾ സമർപ്പിച്ച് ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാകുന്നു.